റെലാർലോന്റെ ഇതിനു മുമ്പ് 2 വണ്ടികൾ നമ്മൾ റിവ്യൂ ചെയ്തു. പക്ഷേങ്കിൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 വണ്ടിയാണ്. ഇതാണ് നമ്മളെ റെലാർലോന്റെ റോഗ് 1/14 സ്കെയിലിൽ വരുന്ന ഒരു കിടിലം പോലത്തെ ബേഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കിടിലം ബേഷർ വേറെ ഇല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. വണ്ടീന്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു കിടിലം പോലത്തെ ബമ്പറും അതിന്റെ മുകളിൽ ഒരു ലൈറ്റും വന്നിട്ടുണ്ട്. പിന്നെ ബോഡി റെഡും ബ്ലാക്കും ഒരു കിടിലം പോലെ ഒരു ഗ്രേഡിയന്റ് കണ്ട ഈ ഒരു ട്രാൻസിഷൻ കണ്ടോ, ബ്ലാക്കിൽ നിന്ന് റെഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ട് ഇവിടെ നടക്കുന്നത്. വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം പോലത്തെ കളർ കേട്ടോ, ഭയങ്കര ഒരു പ്രീമിയം ഫീൽ. ഇതിന്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു ജെറി ക്യാന്, പിന്നെ ബോക്സ്, പിന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇതെല്ലാം വന്നിട്ടുണ്ട് ബാക്കിൽ. ടയർ അത്യാവശ്യം ഹാർഡ് ആണ്, പക്ഷേ അത്യാവശ്യം സോഫ്റ്റ് ആണ്. ആ ഒരു മിഡ് റേഞ്ചിലുള്ള ടയർ കേട്ടോ. ആൻഡ് ടയറിന്റെ ക്വാളിറ്റിയും കിടിലാണ്. നമ്മളിപ്പം അത്യാവശ്യം നല്ല പോലെ റോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ തെരഞ്ഞ് ഓടിച്ചു കഴിഞ്ഞാലും വണ്ടിക്ക് പ്രശ്നമൊന്നും വരില്ല. ടയർ അങ്ങനെ ഉണ്ടാവും. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഈ വീലി അടിക്കുമ്പോൾ മറിഞ്ഞു വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ടയർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ സാധനം ഇല്ലാണ്ട് ഈ വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റില്ല, കാരണം ഇത് ഫുൾ ത്രോട്ടിൽ കൊടുത്തതിന് മറിഞ്ഞടിച്ചു. നമ്മളെ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 100 km/h ആകട്ടെ. അതും 3S ബാറ്ററിയിൽ. ഇതിൽ 4S കൂടി സപ്പോർട്ട് ഉണ്ട്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പറക്കും, നിലത്തൊന്നും നിൽക്കില്ല. ഈ 4 പിന്നൂരി കഴിഞ്ഞാൽ വണ്ടി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രഷ്ലെസ് മോട്ടർ വന്നിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് ESU, പിന്നെ നമ്മളെ റിസീവർ അതും സീൽ ചെയ്തിട്ടുണ്ട്, വാട്ടർ പ്രൂഫാണ്. ഫ്രണ്ടിലും ബാക്കിലും നോക്കുകയാണെങ്കിൽ നല്ല ഓയിൽ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. വണ്ടീൻ്റെ അടിഭാഗം ഫുള്ള് മെറ്റലാട്ടോ. മുകളിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളെ റെലാർലോന്റെ തന്നെ ഫാന് കാണാം. നമ്മൾ ESCനെ തണുപ്പിക്കാൻ ഒരു ഫാൻ ഉണ്ട് കൊടുത്തിട്ട്. എല്ലാം വാട്ടർ പ്രൂഫാണ്. നിങ്ങൾക്ക് വെള്ളത്തിൽ മയത്ത് ഒന്നും ഓടിക്കുന്നതിന് ഒന്നും പേടിക്കണ്ട. പിന്നെ ഒരു 3S ബാറ്ററി നമ്മളെ പെട്ടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യം. ബാറ്ററി ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത്രയുള്ള കണക്ഷൻ. ഇതാണ് നമ്മൾ റിമോട്ട്. നമ്മളെ നോർമലി ഉള്ള റെലാർലോന്റെ വണ്ടിയിലൊക്കെ വരുന്ന സെയിം റിമോട്ട്. റെലാർലോന്റെ ബാക്കിയുള്ള വണ്ടീൻ്റെ അത് ഈ സൈഡിൽ ബട്ടണെല്ലാം വരുന്നുണ്ട് കേട്ടോ, സ്പീഡ് സ്വിച്ച് ചെയ്യാനും കാര്യങ്ങളായിട്ട്. പക്ഷെ ഇതിൽ അതില്ല, കാരണം ഫുൾ സ്പീഡിന്റെ കൺട്രോൾ ഉള്ളിലാണ് വരുന്നത്. ഇവിടെ 0 to 100 നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. 100 ഇട്ടിട്ട് ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ല ആളൊഴിഞ്ഞ സ്ഥലം കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാനേ പറ്റില്ല. പിന്നെ നമ്മളെ സ്ഥിരം പരിപാടികൾ, സ്റ്റിയറിംഗ്, ത്രോട്ടിൽ, അതുപോലെ സ്റ്റിയറിംഗ് ട്രിം, ത്രോട്ടിൽ ട്രിം, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ പവർ ബട്ടൺ, ഇത്രയൊക്കെ ഉള്ളൂ. വണ്ടീൻ്റെ അകത്ത് നമ്മളെ ക്ലോക്കിൽ ഇടുന്ന AA ബാറ്ററി 4 എണ്ണം ഇടണം. ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ട് ഓണായി, ബ്ലൂ ലൈറ്റ് എത്തും. നമ്മൾ കാറിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു റെഡ് ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മൾ കാറ് ഓണാക്കാനുള്ള സ്വിച്ച് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണായി. നമ്മളെ ഫാനും പരിപാടികളിൽ ഓണായിട്ടുണ്ട്. വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ഫാനിൽ ഓണാകും കേട്ടോ. ഇതാണ് നമ്മളെ സ്റ്റിയറിംഗ്. ഭയങ്കര സ്മൂത്ത് കേട്ടോ. വണ്ടീൻ്റെ ത്രോട്ടിൽ ഈ കൈമിന് പിടിച്ചിട്ട് കൊടുക്കുന്നത് റിസ്ക്കാണ്. ഇത് കണ്ടെങ്കിൽ ഇത് ഞാൻ ചുമ്മാ കയ്യിൽ പിടിച്ചിട്ട് ത്രോട്ടിൽ കൊടുത്താൽ ഈ വണ്ടീൻ്റെ ടയർ വന്നിട്ട് കൈക്ക് കെട്ടി ഫുൾ ത്രോട്ടിൽ കൊടുത്ത് കാണിച്ചു തരാം. ഇത്രയും സ്പീഡുള്ളൂ എന്ന് വിചാരിക്കണ്ടേ. ഇത് 25. ഇനി നമ്മൾ 50ലേക്ക് ഇടുന്നത്. ആക്ച്വലി ഈ 50 തന്നെ മതി നമുക്ക് അത്യാവശ്യം സ്റ്റണ്ട് ചെയ്യാനും പിന്നെ ബാക്കിയുള്ള റോട്ടിലോട്ടൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ 75ലേക്ക് ഇടുന്നു. ഇനി ഇത് 100ലേക്ക് ഇടുന്നു നമ്മൾ. നമുക്ക് ഇതുവരെ ഇനി പുറത്തുനിന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ഇനി ഇറക്കാനുള്ള പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റെലാർലോ 3S ബാറ്ററി വരുന്ന സാധനമാണ്. ഇതിന് പറക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൽ ബോക്സിൽ തന്നെ 3S ബാറ്ററിയും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യമില്ലൊന്നും. That's good.
ബോക്സിൽ ബാറ്ററി കൊടുക്കുന്ന എല്ലാ വണ്ടികളും നല്ല വണ്ടികളാണ്. ഞാൻ ഓക്കെ, ഇതിൻ്റെ ബോഡി ഒരു രക്ഷയില്ലാതെ ബോഡി കേട്ടോ ഇതിൻ്റെ. എനിക്കതിൻ്റെ ബോഡിയുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ ഓ അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ വണ്ടീനെ പറ്റി പറയാനുള്ളൂ. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു കിടിലം പോലത്തെ കാറാട്ടെ. എനിക്ക് പേഴ്സണലി വല്ലാണ്ടെങ്കിൽ ഇഷ്ടമായി. ഒരു ബാഷർ വാങ്ങാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 19-18 റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് റിലാർലോൻ്റെ റോഗ് തന്നെ എടുക്കുക. ബിക്കോസ് ഇതിൻ്റെ സ്പീഡ് നമ്മൾ MJXന്റെ വണ്ടികൾക്ക് ഒന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറങ്ങുന്ന വേറെ ഒരു വണ്ടിക്ക് ഇത്രയും സ്പീഡില്ല. MJXന്റെ ഒക്കെ നോർമലി വരുന്നത് ഒരു 75-80 റേഞ്ചിലൊക്കെയാണ് സ്പീഡ് വരുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ സ്റ്റോക്കിൽ തന്നെ വരുന്നത് 100. ഇതിൻ്റെ അത് ഫോറസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ OC Toys ആണ്. ഇവരെ തമ്മിൽ ഇതുപോലത്തെ വേറെയും കുറേ കാറുകളുണ്ട്. അപ്പോൾ വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.